ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ ശബരിമല വിഷയം എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. അല്പസമയം മുമ്പാണ് സുപ്രീം കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചത്, ഈ അവിശ്വാസികൾക്ക് ശബരിമല വിഷയത്തിൽ എന്താണ് കാര്യം, അവിശ്വാസികൾ എന്തിനാണ് ഭക്തരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ള വലിയ ചോദ്യം BV നാഗരത്ന ജസ്റ്റിസ് ഉന്നയിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ശബരിമല വിഷയത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗോകുൽ രമേശാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഗോകുൽ, അങ്ങനെ ശബരിമല വിഷയം വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. സുപ്രീം കോടതിയുടെ മുന്നിൽ വാദഗതികളൊക്കെ വന്നിട്ടുണ്ട്. BJP വലിയ വിജയം പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് ആറന്മുള, മറ്റൊന്ന് തിരുവല്ല. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ശബരിമല തന്നെയായിരിക്കും അവിടുത്തെ ഒരു വിഷയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, അവിശ്വാസികൾ ഭക്തരുടെ കാര്യത്തിൽ, വിശ്വാസികളുടെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. തിരുവല്ലയിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക്, ക്രിസ്ത്യൻ മതവിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള BJPയുടെ വലിയ നീക്കം, അവിടെ വലിയ പ്രതീക്ഷ ഈ 2 മണ്ഡലങ്ങളിൽ BJP കാത്തുവെക്കുകയാണ്. എങ്ങനെയാണ് പത്തനംതിട്ടയുടെ പൊതുവായ ഒരു സ്വഭാവം? നീലിമ, പത്തനംതിട്ട ജില്ലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന അജണ്ട, പ്രധാന വിഷയമെന്ന് പറയുന്നത് ശബരിമല തന്നെയാണ്. ഏറെ വൈകാരികമായിട്ട് ശബരിമല വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. കാരണം ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ വൈകാരികമായിട്ടുള്ള അനുഭവം തന്നെയാണ് ശബരിമലയും അതോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും എല്ലാ കാലവും. എന്തായാലും ഇക്കുറി ഇടത് സർക്കാരിൻ്റെയും ഇടത് നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ശബരിമല സ്വർണ്ണ കവർച്ച തന്നെയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ചർച്ചയായിട്ട് വന്നത്. അത് ജനങ്ങളെ കൃത്യമായിട്ട് സ്വാധീനിക്കുന്ന വിഷയമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. ഏറ്റവും പ്രധാനം ഈ ശബരിമല സ്ഥിതി ചെയ്യുന്ന കോന്നി, റാന്നി പോലെയുള്ള മണ്ഡലങ്ങൾ, അതായത് റാന്നി മണ്ഡലത്തിലാണ് ശബരിമല, തൊട്ടടുത്ത മണ്ഡലമാണ് കോന്നി. അവിടെയൊക്കെ വലിയ ഹൈന്ദവ വികാരമൊക്കെ നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയിട്ടാണ്. മുമ്പും BJPക്ക് കൃത്യമായിട്ട് മേൽക്കൈയും വലിയ മുന്നേറ്റവും ഒക്കെ നൽകിയിട്ടുള്ളൊരു മണ്ഡലം കൂടിയിട്ടാണ് ഈ 2 മണ്ഡലങ്ങൾ. അതിന് സമാനമായി തന്നെയാണ്, അതിലേറെ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ് ആറന്മുളയായാലും ഇക്കുറി തിരുവല്ല കൂടി ആ ഒരു A ക്ലാസ് ശ്രേണിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJP ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും, അടൂർ ഉൾപ്പെടെയുള്ള 5 മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം തന്നെ ഇക്കുറി പ്രതീക്ഷിക്കുകയാണ്. വിജയത്തിലേറാൻ കഴിവുള്ള 1-ലധികം മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയായിട്ട് പത്തനംതിട്ട NDAയെ സംബന്ധിച്ചിടത്തോളം മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ സ്വർണ്ണക്കവർച്ച ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തന്നെയും ഈ സ്വർണ്ണക്കവർച്ചയിൽ പ്രതികളായിട്ട് ജയിലിനുള്ളിൽ പോയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. A പത്മകുമാർ, അതായത് ഈ സ്വർണ്ണക്കവർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് A പത്മകുമാർ. പത്മകുമാർ നിലവിൽ ആറന്മുള സ്വദേശിയാണ്. പത്തനംതിട്ട ജില്ലയിലെ CPMന്റെ സമുന്നതനായിട്ടുള്ള പ്രബലനായിട്ടുള്ള ഒരു നേതാവ് കൂടിയിട്ടാണ്. ആ നേതാവിനെ തന്നെയാണ് ഈ സ്വർണ്ണക്കവർച്ചയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ സ്വർണ്ണക്കവർച്ച കേസിൽ ജയിലിനുള്ളിലാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളവും സമീപ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സ്വാധീന വിഷയമായിട്ട് മാറും. പത്മകുമാർ അടക്കമുള്ള പ്രതികളുടെ അറസ്റ്റ്, ആ വിഷയങ്ങളൊക്കെ തന്നെ എന്തായാലും ഈ ആറന്മുള മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടാവുക. പ്രത്യേകിച്ച് അത് ഇടതുമുന്നണിക്ക് വലിയ പ്രതിസന്ധി തീർക്കും, പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും അതിനെയൊക്കെ മൂടി വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം മാത്രമാണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് നടന്നത്. അതായത് ആ സ്വർണ്ണക്കവർച്ച വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കവർ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് A പത്മകുമാറിനെ പ്രചരണത്തിൽ നിന്നടക്കം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രചരണ തെരഞ്ഞെടുപ്പ് പരിപാടികളാണ് ഇടതുമുന്നണി ഈ പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം നയിച്ചത്. പത്മകുമാറിനെ തെരഞ്ഞെടുപ്പിൻ്റെ അടക്കമുള്ള പാർട്ടി ചുമതലകളിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ടായ അതിന് തൊട്ട് മുമ്പാണ് പത്മകുമാറിന്റെ ചുമതലകളിൽ നിന്നുമൊക്കെ തന്നെ മാറ്റി നിർത്തിയത്. പ്രചാരണ പരിപാടികളിലൊന്നും സജീവമാകരുത് എന്നുള്ള നിർദ്ദേശവും പത്മകുമാറിന് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഭയപ്പാടോടുകൂടി തന്നെയാണ് ഇടതുമുന്നണി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഒരുങ്ങിയതും അതോടൊപ്പം തന്നെ ആ പ്രചരണങ്ങളിലുടനീളം അവർക്ക് ആ ഭയപ്പാടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. അതുകൂടാതെയാണ് വീണ ജോർജ് MLA അതെക്കെതിരായിട്ടുള്ള പൊതുജന വികാരം, പ്രത്യേകിച്ച് ഈ അവസാന സമകാലിക ദിവസങ്ങളിലൊക്കെ വീണ ജോർജുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്തിരുന്നതാണ്. അതൊക്കെ വീണ ജോർജിന്
വലിയ തിരിച്ചടിയായിട്ട് മാറും. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വീണ ജോർജിനെതിരായിട്ട് നിൽക്കുന്ന വിഭിന്ന അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് പോരും ഒക്കെ ഇടതുമുന്നണിയെ കടുത്ത പ്രതിരോധത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഫാക്ടർ. അത് പത്തനംതിട്ട ജില്ലക്കാരനാണ് രാഹുൽ മാങ്കൂട്ടവും മാങ്കൂട്ടത്തിൻ്റെ അനുയായികളും ഒക്കെയാണ് പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആ കോൺഗ്രസിനോടും ഇവരോടും ഈ നേതാക്കളോടുമുള്ള വികാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇടത് വലത് മുന്നണികൾ പത്തനംതിട്ട ജില്ലയിൽ കടുത്ത പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നുപോയത്. എന്തായാലും ഇതൊക്കെ തന്നെ NDAയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഘടകമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ശക്തമായിട്ടുള്ള പ്രചരണവും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കം നേരിട്ട് എത്തിക്കൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ എത്തിക്കൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ തന്നെ ചെയ്തതും NDAയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരുവല്ല മണ്ഡലമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട ഒരു മണ്ഡലം. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ NDA ഏറ്റവും വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവല്ല മണ്ഡലം. അനൂപ് ആന്റണിയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് NDAയ്ക്ക് വേണ്ടി തിരുവല്ലയിൽ മത്സരരംഗത്തുള്ളത്. അതിശക്തമായിട്ടുള്ള പ്രചാരണം, ഓരോ വോട്ടും ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണം തന്നെ പൂർത്തിയാക്കുവാനായിട്ട് അനൂപ് ആന്റണിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് തിരുവല്ല. തൊട്ട് സമീപത്താണ് ആറന്മുള മണ്ഡലം. BJPയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള നേതാവായിട്ടുള്ള കുമ്മനം രാജശേഖരനാണ് ആറന്മുള മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി NDAയ്ക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയത്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കുമ്മനം രാജശേഖരൻ ഒരു പുതിയ വ്യക്തിയല്ല. ആറന്മുളയ്ക്ക് വേണ്ടി എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ മണ്ണിനും പ്രകൃതിക്കും വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. വലിയ പ്രതീക്ഷയാണ് BJP പത്തനംതിട്ടയിൽ പുലർത്തുന്നത്. പ്രത്യേകിച്ച് തിരുവല്ലയിലേക്ക് എത്തുമ്പോൾ അനൂപ് ആന്റണിയെ കുറിച്ച് ഒരു വാക്ക് പറയാതെ വയ്യ. പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള അനൂപ് ആന്റണി നിലവിൽ മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ സംസ്ഥാന സർക്കാർ പല പദ്ധതികളും ജനങ്ങളിലേക്ക് എത്താതെ BJP അതിൻ്റെ നേട്ടം കൊയ്യാതെ അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ അനൂപ് ആന്റണി വളരെ കൃത്യമായി ആ മണ്ഡലത്തിൽ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും കേന്ദ്ര പദ്ധതികളൊക്കെ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ പ്രയത്നം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തിരുവല്ല.